നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്രാ കാഴ്ചകൾ ഇന്ന് വൈകിട്ടാണ് കേട്ടോ. നല്ലൊരു ചായയെ കുടിച്ച് ഇങ്ങനെ നമ്മള് നല്ലൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോ കോന്നിയിലാണ്. കോന്നി താലൂക്കില് നമ്മള് കലഞ്ഞൂർ പഞ്ചായത്തില് കൂടൽ പുന്നമൂട് എന്ന് പറയുന്ന വാർഡിലാണ്. ഏവിറ്റിയുടെ തോട്ടം വഴിയാണ് യാത്ര ചെയ്യുന്നത്. ചിതൽവെട്ടി എസ്റ്റേറ്റ് പോകുന്ന റോഡാണ്. നല്ല മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇരപ്പൻചാലം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ്. അടിപൊളി ചായയാണ്. അന്ന് ഫസ്റ്റില് നമ്മൾ ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ ഹസനിക്കയുടെ കടയാണ് കേട്ടോ. ഇവിടെ എല്ലാ ഐറ്റവും കിട്ടുന്ന ഒരു കടയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല സൂപ്പർ. ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് ചേട്ടാ. ആ ചേട്ടനെയൊക്കെ നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇപ്പൊ നമ്മൾ ഈ നല്ല നാടൻ പാളയംകോടൻ പഴം, അതായത് നമ്മുടെ ചൂടിന് ഏറ്റവും വലിയ സാധനമാണ്. പിന്നെ അതേ എല്ലാ പഴവും ഉണ്ട്. പൂവമ്പഴം, അതുപോലെ നല്ല ചായ കുടിച്ച് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് അച്ചാർ, ചായക്ക് ടച്ചിങ്സ്, ചായയുടെ ടച്ചിങ്സ് അച്ചാർ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ജാമ്പയ്ക്ക് അച്ചാറും ചായയും നിങ്ങൾ ആരും കുടിച്ചിട്ടുണ്ടോ? ജാമ്പയ്ക്കയും ചായയും കൂടെ നമ്മൾ എന്തെങ്കിലും ഈ പുന്നമൂട് ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മള് എരപ്പൻമൂട് വെള്ളച്ചാട്ടത്തിൽ പോകുന്നതിന് മുമ്പ് ഈ കടയിൽ നോക്കെ എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല നാടൻ മിഠായികൾ, സർവത്ര ഐറ്റം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഹസനിക്കയുടെ കട, അല്ലയോ? അക്കു കേറ്ററിംഗ് പരിപാടിയുണ്ട്. ലുലു സൂപ്പർ മാർക്കറ്റ്, അതായത് പുന്നമൂടിലെ ലുലു സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് കാഴ്ചകൾ, വേറെ അടിപൊളി കാഴ്ചകളുണ്ട്. നമ്മൾ എന്തെങ്കിലും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഈ ചായയൊക്കെ കുടിച്ച് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരണം. മനോഹരമായ സ്ഥലമാണ്. വെള്ളമുണ്ടോ അത്യാവശ്യത്തിന്? അല്ലേ, അത്യാവശ്യം വെള്ളമുള്ള സ്ഥലമാണ്. ഇപ്പം ഉണക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയി കാഴ്ചകളൊക്കെ കാണിക്കും. അപ്പോൾ വാച്ചിറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ. നമുക്ക് ഹസനക്കയോട് ചോദിക്കാം. ഇവിടെ വേറെ ചേട്ടൻ ഇരിപ്പുണ്ട്. അവരോട് ഇവിടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. ഓക്കെ. ഈ ഗ്രാമപ്രദേശത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു കാഴ്ചകൾ ഭയങ്കര വൈബായിട്ടുള്ള ഈ പുതിയ ആൾക്കാർ പറയുന്നത് കാഴ്ചാട്ടിനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഏട്ടാ, എന്ത് പേരെന്തുവാ? സദാനന്ദൻ. ഈ നാട്ടുകാരനാണോ? അതെ. എത്ര വർഷമായിട്ട് താമസിക്കുന്നത്? എത്ര വയസ്സുണ്ട്? 82 വയസ്സുണ്ട്. ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടോ? എന്ത് ജോലിയാ? ഓ, അത് ശരി. ഈ തോട്ടത്തിലെ കുടിത്തോട്ടം അല്ലാതെ. അപ്പൊ നമ്മുടെ ഈ ഇവിടെ എങ്ങനെ ഉണ്ടോ? അന്ന് ഇത്രയും വർഷത്തിന് ശേഷം ഈ നാടിന് വന്ന മാറ്റം ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പൈസ ഉണ്ടായിരുന്നു. ഒരു മരം വെട്ടുന്നത് ഒരു പൈസ. ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ 2 രൂപ ഒരു മരം വെട്ടുന്നതിന്. അത് വലിയ മാറ്റമില്ലയോ? അന്ന് അരിച്ചതാണ്ട് 5 ഏക്കർ 3 ഏക്കർ ഉള്ളായിരുന്നു ആ കാലം അരിക്ക്. ഇന്ന് 60 രൂപ വിലയാ. 55-60 രൂപ വിലയാ ഇന്ന്. ഒക്കെ വലിയ മാറ്റമില്ലയോ? യാദൃശ്യമായിട്ട് വല്ല പുലികളും ഒക്കെ വരുന്ന സ്ഥലവും കൂടാ. അന്നത്തെ കാലത്ത് ഇപ്പോഴും വരുന്നുണ്ട്. പടിഞ്ഞാറ് തോട്ടമേഖലയുണ്ട്. മൊത്തം പാറക്കെട്ടാ. അവിടെ പുലികളെല്ലാം വെട്ടി കിടക്കുന്നുണ്ടാകുന്നത്. കുലിച്ചാണ് പാട്ട് പാടിയായിരുന്നു ഞങ്ങളെ കണ്ടേ. അത് പാടിയ പാട്ട് ഗണപതിയെ പാദ പങ്കജം ഭജ ഗണപതിയെ പാദ പങ്കജം ജയാനന വിജയ വിഘ്നരാജവദൻ ഗണപതിയെ പാദ പങ്കജം. എൻ്റെ പേര് ഹസൻകുട്ടി. കോന്നി താലൂക്കില് കൂടൽ വില്ലേജില് പുന്നമൂട് എന്ന സ്ഥലത്ത് 11-ാം വാർഡ്. ഒരു ചെറിയൊരു കടയാണ്. ഞാൻ ഇങ്ങനെ നേരത്തെ എനിക്ക് ഇങ്ങനെ ഇലക്ട്രിക് പണികളൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ചെറിയ ഒരു അസുഖമൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ചെറുതായിട്ട്. ഇപ്പൊ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതൊന്നും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോകുന്നു. സീസണായിട്ട് ആളുകൾ വരുമ്പോൾ ഇപ്പൊ ആള് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇപ്പോഴും വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. വെള്ളമുണ്ട്. എരപ്പൻകുഴി. പിന്നെ എരപ്പൻചാലം എന്ന് പറയും, എരപ്പൻകുഴി എന്ന് പറയും, പല പേരാ. ഇവിടുന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോവാ. ഇങ്ങനെയുണ്ട്. നല്ല റോഡല്ലേ? നല്ല റോഡ് അങ്ങ് വരെ. നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഏക സൂപ്പർ മാർക്കറ്റ് ആണ്. ഏക സൂപ്പർ മാർക്കറ്റ്. എന്തൊക്കെയുണ്ട് വേറെ കാണാൻ കാഴ്ചകൾ? ഇവിടെ എരപ്പൻചാലുണ്ട്. പിന്നെ അപ്പുറത്ത് കള്ളിപ്പാറ മലയുണ്ട്. കള്ളിപ്പാറ മലയുടെ പ്രത്യേകത എന്തുവാ? കള്ളിപ്പാറ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മണ്ടയില് വലിയ കുളങ്ങളുണ്ട്. പള്ളിയുടെ കുളമാണ്. നേർച്ചക്കാരുണ്ട്. വാഹനങ്ങളൊക്കെ വാഹനങ്ങള് 4 വീലർ ജീപ്പുകളൊക്കെ കയറി പോകുന്നുണ്ട്. അതിന്റെ മണ്ടയിൽ 2 വീലർ കയറി പോകത്തില്ല. 4 വീലർ നടന്നു കയറണം. പുലിശല്യൊക്കെ ഉണ്ട് ഇപ്പോഴും അല്ലേ? പുലിശല്യൊക്കെ ഉണ്ട്.